ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോഴുള്ളത് ഭൂതാനത്താണ്. ഭൂതാനം എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന അടുത്തുനിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നല്ല പ്രകൃതി രമണീയമായ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മലമ്പ്രദേശമാണ്. ഞാൻ ഇവിടേക്ക് വരാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടൊരു ഹണി വാക്സ് ക്രീം സെയിൽ ചെയ്യുന്നുണ്ടല്ലോ. ഒരു ദിവസം ഞാൻ അത് കൊടുക്കാനായിട്ട് കസ്റ്റമേഴ്സിന് അയക്കാനായിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയപ്പം ഇവരെ കണ്ടുമുട്ടി. ഇവർ പോസ്റ്റ് ഓഫീസിൽ പോകുമായിരുന്നു. അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ കയറുന്ന കണ്ടപ്പം വളരെ വിഷമിച്ച് മുട്ടുവേദന കൊണ്ട് വലഞ്ഞ് ഒരു മുട്ടിന് നല്ല വേദന. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു, ഇതെന്താണ് ഇവർ വരുന്ന കണ്ടപ്പോഴേ. അത് ഞാൻ വീഡിയോ ഒന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതിൽ എഡിറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം അന്നത്തെ നടപ്പിൻ്റെ അവസ്ഥ. അപ്പോഴും ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്രീമുണ്ട്. അത് വെറും ഫെയർനെസ് ക്രീം മാത്രമല്ല, ഒരു ബാമിൻ്റെ പെയിൻ ബാമിൻ്റെ ഇഫക്റ്റും കൂടെ ഉള്ള ഒരു ക്രീമാണ്. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്ലൈ ചെയ്യേണ്ട രീതിയും പറഞ്ഞു കൊടുത്തു. ഏതായാലും ത്രേസ്യാമ്മ ഒരു ക്രീം വാങ്ങി അപ്ലൈ ചെയ്തു. ഞാൻ ഇന്ന് വിളിച്ചു നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു വിവരമാണ് എന്നോട് ഷെയർ ചെയ്തത്. എന്താണെന്നൊന്ന് നേരിട്ടങ്ങ് പറഞ്ഞു എൻ്റെ പ്രേക്ഷകരോട്. എനിക്ക് വളരെ നാളെന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് മുമ്പേ എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുട്ടുവേദന സഹിക്കാൻ വയ്യാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ക്രീം ടീച്ചർ തന്നു. ആ ക്രീം അതിനു മുമ്പ് കുറേ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. മരുന്ന് കഴിച്ചിട്ടുണ്ട്, ആയുർവേദം കഴിച്ചിട്ടുണ്ട്, ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ടീച്ചറിനെ കണ്ടു. ടീച്ചർ എനിക്കൊരു ഫാം തന്നു. അത് ഞാൻ കാലിൽ മുട്ട കയ്യിലിട്ട് ആക്കി മുട്ടയെ തേച്ച് തൊടകളിലും മുട്ടിലും എല്ലാം തേച്ചപ്പോൾ എനിക്ക് വളരെ വ്യത്യാസമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനത് നിർബന്ധിച്ചു തന്നതല്ലേ? അതെ, നിർബന്ധിച്ച് തന്നു. അത്ര മനസ്സില്ലായിരുന്നു, പിന്നെ അത്ര വിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ മുട്ടുവേദന സഹിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ അത് വാങ്ങി. എന്തായാലും മുട്ടിന്റെ പുറത്ത് തേക്കുന്നതല്ലേ, ഉള്ളി കഴിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് വാങ്ങി. അതാണ് നമുക്ക് ശരീരത്തിൽ സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു ചൊറിച്ചില്, ഒരു സ്കിൻ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? ഒന്ന് പരീക്ഷിച്ച് അങ്ങനെ പരീക്ഷിക്കാൻ വാങ്ങിയത്. നേരത്തെ ഇങ്ങനെ ചൊറിച്ചില്, എന്റെ കഷ്ടത്തില് ചൊറിച്ചിലുണ്ടായിരുന്നു. പൂർവ്വങ്ങളെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിശർത്തിട്ട് വരുന്ന ചൊറിച്ചിലാണ്. അപ്പൊ ഞാൻ അതിന് തേച്ചിട്ട് അതും കുറവുണ്ട്. പിന്നെ എന്റെ മോനെ ഈ 2 ദിവസം മുന്നേ ചെറുതായിട്ടൊരു നടുവൊന്ന് മിന്നി. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ക്രീം എടുത്ത് പുരട്ടാൻ പറഞ്ഞു. അങ്ങനെ അവൻ ഒരു പ്രാവശ്യമേ പറ്റിയുള്ളൂ. ഒരു പ്രാവശ്യം പറ്റിയപ്പോൾ വേദന കുറവുണ്ട്. പിന്നെ പറ്റാൻ പറഞ്ഞാൽ പറ്റില്ല, വേദന പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം. ഉളുക്ക്, ചതവ്, മുറിവ്. ഈയിടെ ഞാൻ വീണിട്ട് എന്റെ കാലിൽ ചെറിയൊരു മുറിവുണ്ടായി. ഞാൻ വേറെ മരുന്നിനൊന്നും പോയില്ല, തൊലി പോയായിരുന്നു, പെയിന്റ് പോയി. അവിടെ ഞാൻ 2 തവണ ഈ ബാമ് പെരട്ടിയതേ ഉള്ളൂ, അതങ്ങ് വാടി. അപ്പൊ മുറിവിന്, ചതവിന്, ഉളുക്കിന്, മുട്ടുവേദനയ്ക്ക് എല്ലാത്തിനും ഒരു സൊല്യൂഷനാണ് ഈ പറയുന്ന ക്രീം അല്ലേ? വലിയ വിലയില്ല, എന്നാൽ നമുക്കൊരു സൈഡ് ഇഫക്റ്റും ഇല്ല. ഉള്ളിലേക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കെമിക്കൽ ഉണ്ട് അല്ലെങ്കിൽ കുറെ നാള് ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുന്ന അങ്ങനത്തെ പേടിക്കുകയും വേണ്ട. കണ്ടോ ത്രേസ്യാമ്മ ചേച്ചി നടന്നു കയറുന്ന കണ്ടോ, ഈസി ആയിട്ട്. അന്ന് അവിടുന്ന് പോസ്റ്റ് ഓഫീസിന്റെ സ്റ്റെപ്പ് കയറിയതിന്റെ പകുതി വിഷമമില്ല ചേച്ചിക്ക് ഇപ്പം നടക്കുമ്പോ. ആയിരുന്നു മൊത്തത്തിൽ ഈ വേദന തുടങ്ങിയിട്ട്? മുട്ടുവേദന തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായി. 5-6 വർഷമായി. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തു? മുട്ടുവേദനയ്ക്ക് ആദ്യമേ ചെറിയ ചെറിയ വേദന വന്നപ്പോ ഈ വേദന ഗുളിക കഴിച്ചു. പിന്നെ ഞാൻ ഈ കുഴമ്പുകൾ തേച്ചു. ആയുർവേദ കുഴമ്പുകൾ തേച്ചു. ആയുർവേദ കുഴമ്പെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് ഒന്നും കുറവായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആയുർവേദത്തിലെ ഈ കിഴി ഉണ്ടാക്കി കുത്തി, മുരിങ്ങയില അങ്ങനെയൊക്കെ ഒരു ആയുർവേദ വൈദ്യര് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറെ മാറ്റം വന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചെറുപുഴയ്ക്ക് പോകുമ്പം ടീച്ചറിനെ കാണുന്നത്. അങ്ങനെ ആ വേദനയും കൊണ്ട് ഇത്രയും വർഷങ്ങൾ വേദനയുടെ ഗുളികയും കുഴമ്പും ഒക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞോണ്ടിരുന്നു. ഒരു മുട്ടിന് കൂടുതലുണ്ട്. ഈ മുട്ടിന് തുടങ്ങിയിട്ട് കുറച്ചു കാലമായിരുന്നു. അങ്ങനെ ആ വർഷങ്ങളെല്ലാം അങ്ങനെ കഴിഞ്ഞു. വേദനയും കുഴമ്പും ഗുളികയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു. അല്ല, ഈ പണിയൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നോ? വേദന ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പണിയൊക്കെ എടുക്കുമായിരുന്നു. അല്ല, എന്നോട് പറഞ്ഞല്ലോ മുറ്റം അടിക്കുന്ന വടി കുത്തിയിട്ടായിരുന്നു. അതൊക്കെ ഈ ഇടയ്ക്ക് 2 കൊല്ലമൊക്കെ ആയതിനു ശേഷമാണ് വടി കുത്തിയെടുക്കാൻ. അതിന് മുമ്പ് അത്രയില്ല. വേദന കൂടി വന്നപ്പോ വടി കുത്തിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ടീച്ചറിനെ കാണുമ്പോ ടീച്ചറിന് എനിക്കൊരു തന്നു. അത് നമ്മൾ പറഞ്ഞല്ലോ. ഇനിയിപ്പൊ നേരെ ഇപ്പം മിറ്റം അടിക്കുമ്പോഴത്തേക്ക് അവസ്ഥ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? മാറ്റമുണ്ടെന്ന് വടി കുത്തി മുറ്റം അടിച്ചിരുന്നു. ഞാനിപ്പോ വടി കുത്താതെ അങ്ങനെ ഒരു മാറ്റമുണ്ട്. വടി ദൂരെ കളയാൻ പറ്റി. പിന്നെ കാല് മടക്കി നടക്കാൻ പറ്റി. കാലിങ്ങനെ മുട്ട് മടക്കാൻ പറ്റി.
കൈയും നേരത്തെ ഞാൻ മുട്ട് മടക്കാതെ നീളത്തിയായിരുന്നു ചവിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് മുട്ട് മടക്കി നടക്കാൻ പറ്റുന്നുണ്ട്. അത് ശ്രദ്ധിക്കണേ, മുട്ട് മടക്കാൻ പറ്റുന്നുണ്ട്. മുട്ട് മടക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവർക്കൊക്കെ ഈ ബാം വളരെ ഇഫക്റ്റീവാണ്. മുട്ട് വേദന മാറും. അതുപോലെ മുട്ട് മടക്കാൻ പറ്റാതെ വരുന്നത് ഈ മുട്ടിന്റെ ബാക്കിലുള്ള ആ കുളങ്ങാന്ന് പറയുന്ന സ്ഥലത്തുള്ള വേദന ഉണ്ടല്ലേ? വേദന ഉണ്ട്. അതെ, ആ വേദന മാറുമ്പോ മുട്ട് മടക്കാം. ഇപ്പൊ ഞാൻ മുട്ട് മടക്കും. നേരത്തെ ഞാൻ ഈ സ്റ്റൂളിൽ ഇരിക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ കാല് നീട്ടിയായിരുന്നു. ഒന്ന് കാണിച്ചേ, നേരത്തെ ഇരുന്നോണ്ടിരുന്നത് എങ്ങനെയാ? നേരത്തെ ഇരുന്നോണ്ടിരുന്നത് ഒന്ന് കാണട്ടെ, വീണക്കരുത്. മുട്ട് മടക്കാതെ കാല് വടി പോലെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കും. ഇപ്പൊ ഞാൻ മുട്ട് മടക്കി ഇരിക്കാൻ പറ്റുന്നുണ്ട്. മുട്ട് മടക്കി ഇരിക്കാനും പറ്റുന്നുണ്ട്, മുട്ട് മടക്കി ഏക്കാനും പറ്റുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. മടക്കി മുട്ടി മടക്കാതെ നടക്കാൻ വലിയൊരു വിഷമം തന്നെയായിരുന്നു. പിന്നെ അത്യാവശ്യം മുട്ട് മടക്കി നടക്കാം. പിന്നെ നമ്മൾ ഇറങ്ങുന്ന സ്റ്റെപ്പ് അവിടെയൊക്കെ ഇറങ്ങാനൊക്കെ. അയ്യോ, ഞാനിങ്ങോട്ട് കയറി വന്നപ്പോ ഞാൻ ചേട്ടനോട് പറഞ്ഞോണ്ടാ വന്നേ, മുട്ടുവേദനയുള്ള ആൾക്ക് കേറാൻ പറ്റിയ ഇതാണല്ലോ എന്ന്. ആ വഴിയിൽ നിന്ന് ഇങ്ങോട്ടൊരു തിട്ടയാ, അവിടെ കുറെ സ്റ്റെപ്പ്. അത് ആ പോസ്റ്റ് ഓഫീസിലോട്ട് അന്ന് ചേച്ചി കയറിപ്പോയതിനേക്കാളും ഭീകരമായ ഒരു അവസ്ഥയാ. അതിലെങ്ങനെ കയറി വരുന്നു നേരത്തെ മുട്ടുവേദന ഉള്ളപ്പം? മുട്ടുവേദനയുള്ളപ്പം വിഷമമായിരുന്നു. എന്നാലും ഞാൻ അതിൽ ഇറങ്ങും. പിന്നെ അത്ര വിഷമമുള്ളപ്പോ ഈ മുകളിലെ നമ്മുടെ വീടിന് മുകളിൽ റോഡുണ്ട്, കുറച്ചകം കയറിയാൽ മതി. അവിടെ മോൻ ബൈക്ക് കൊണ്ടുവന്നിട്ട് അല്ലേ കയറ്റി കൊണ്ടുപോകായിരുന്നു. അങ്ങനെയായിരുന്നു ഭയങ്കര വേദന ഉള്ള സമയത്തൊക്കെ. ഇപ്പൊ കുറെ ആശ്വാസമായി. പിന്നെ ഇത് പുരട്ടുന്ന ഒരു രീതി എങ്ങനെയാന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെയാണോ അപ്ലൈ ചെയ്യുന്നത്? അതെ അതെ എങ്ങനെയാ പറഞ്ഞേ? ബാം കുറച്ച് കൈക്കകത്ത് എടുത്ത് നല്ലോണം തിരുമ്പുമ്പോ നമുക്ക് തന്നെ അറിയാം ചൂടായി വരുന്നത്. ചൂടായി വരുമ്പോ ആ ചൂടാകുന്നത് ഞാൻ എന്റെ മുട്ടിനിങ്ങനെ നല്ലോണം പുരട്ടും. പുരട്ടിച്ച കാലിന്റെ പുറകു വശത്തും മുട്ടിന്റെ പുറകുവശത്ത് രണ്ടിടത്തും പുരട്ടും. ഇങ്ങനെ തന്നെ ഞാൻ തിരുമ്പി പുരട്ടും. പിന്നെ അതും ഇങ്ങനെ തിരുമ്പുമ്പോ നമുക്കറിയാം ചൂടാവും. നല്ലോണം ചൂടായി കഴിയുമ്പം ഒരാശ്വാസം കിട്ടും. ദിവസം എത്ര നേരം പുരട്ടും? ദിവസം 2 നേരം. ഞാൻ തന്നിട്ട് ഇപ്പൊ 1 മാസമായോ? ഞാൻ ഡേറ്റ് മറന്നുപോയി. ഈ ചേട്ടൻ ഓർക്കുന്നുണ്ടോ ഡേറ്റ്? 1 മാസമായില്ല. എത്ര ദിവസമായി? 15-20 ദിവസമായുള്ളൂ. നമ്മള് പോസ്റ്റ് ഓഫീസിൽ പോയുള്ളൂ. പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് നമ്മള് കണ്ണാടി മേടിച്ച ദിവസം 15 ദിവസമായി കാണും അല്ലേ? 15-20 ദിവസമായി. ഞാൻ അന്ന് തൊട്ട് ഓർക്കുന്നുണ്ട് ഇത് മുട്ടുവേദന കുറഞ്ഞോ എനിക്കൊന്ന് അറിയണമെന്നൊരാകാംക്ഷ. പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു 15 ദിവസം കഴിയട്ടെ. കാര്യം നമ്മളൊരു കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 15 ദിവസമെങ്കിലും വേണമല്ലോ അറിയാനായിട്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അല്ലാത്തപ്പം ടീച്ചർ ഫോൺ വിളിച്ചെങ്കില് കുറവുണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. കാരണം ഫോണും കൊണ്ട് അങ്ങോട്ടൊക്കെ പോകൂലേ. അപ്പൊ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും വെച്ച് ടീച്ചർ വിളിച്ചെങ്കില് എനിക്ക് കുറവുണ്ടെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ പെട്ടെന്ന് ചെറുപുഴ നിന്നപ്പോ ഓർത്തപ്പോ പെട്ടെന്ന് മാത്യു ചേട്ടന്റെ നമ്പറല്ലേ സേവ് ചെയ്തേക്കുന്നത്. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചിയോട് സംസാരിച്ചപ്പോ ചേച്ചി വളരെ സന്തോഷത്തിൽ എന്റെ നമ്പർ തെരഞ്ഞോണ്ടിരിക്കുവായിരുന്നു, കുറഞ്ഞത് അറിയിക്കാൻ വേണ്ടി അല്ലെ. അപ്പൊ ഇതുപോലെ മുട്ടുവേദന, കുളങ്ങാവേദന, മുട്ട് മടക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ തന്നെ ഈ മുട്ട് മാത്രമല്ല, ഇതിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ബോഡിയിൽ എവിടെയായാലും ഏത് ജോയിന്റിലായാലും അല്ലെ, സഹിക്കാൻ പറ്റാത്ത മടക്കാൻ പറ്റാത്ത പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊരു പെയിൻ ബാം ആയിട്ട് ഉപയോഗിക്കാനുള്ളത് വളരെ ഇഫക്റ്റീവ് ആണെന്നുള്ളത്. വില കുറവും. അപ്പൊ ഈ ഇവിടുത്തെ വേദനയെ കുറിച്ച് ഭയങ്കര വേദനയായിരുന്നു ചേച്ചി പറഞ്ഞല്ലോ. ഭയങ്കര വേദനയായിരുന്നു. ഞാൻ കിടപ്പായി പോയായിരുന്നു. എനിക്ക് ബാത്റൂമിൽ പോകാനോ കുളിക്കാൻ പോകാനോ ബാത്റൂമിൽ എന്നെ കയ്യെ പിടിച്ചാൽ കൊണ്ടുപോയത്. ആശുപത്രിയിൽ ചെന്ന് സഹകരണത്തിൽ പോയി രാവിലെ വൈകുന്നേരം 3 ദിവസം ഇഞ്ചക്ഷൻ വെച്ചു. അങ്ങനെ അത് കുറഞ്ഞു. അത് കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചക്ഷൻ അങ്ങനെ ചെയ്യാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ആയുർവേദത്തിലെ ഒരു കിഴി വെച്ചു. കിഴി വെച്ചപ്പോ കുറെ ആശ്വാസമായി. എന്നാലും കുറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ഈ പുറകിലത്തെ വേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അത് കിഴി കുത്തിയാലും ഇനി ഞാൻ ഓർത്ത് ഇനി കുറച്ചുനാളും കൂടെ നീട്ടി 20 ദിവസം അന്നാ കിഴി പറഞ്ഞത്. അങ്ങനെ കുറഞ്ഞു. പിന്നെയും ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ വേദന വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ അത്ര കാര്യമാക്കിയില്ല. പിന്നെ അതിനാലുമാണ് ഈ പാമ്പിന്റെ അതിപ്പോ എനിക്ക് ആ വേദന ഇല്ല. അതുപോലെ ഈ മസിൽ കയറുന്ന ഒരവസ്ഥയില്ലേ കാലയില്, മസിൽ കയറുക എന്ന് പറഞ്ഞു താഴേന്ന് മസിൽ ഇങ്ങനെ ഉരുണ്ട് കയറും. അതൊരു ഭയങ്കര വേദനയുള്ള സംഭവമാണ്. അത് ഈ ബാം ഇങ്ങനെ ചൂടാക്കിയിട്ട് പരത്തി കൊടുത്താൽ അത് മാറിയതായിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു. അതെയോ? എനിക്ക് ഏറ്റവും സന്തോഷം മുട്ടുവേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നായിരുന്നു. എനിക്ക് കാലിന്റെ പുറകിലുള്ള വേദനയായിരുന്നു. അതാണ് എനിക്ക് സന്തോഷം മാറിയത്. ആ മാറിയതോടു കൂടിയാണ് കാല് മടക്കാൻ പറ്റിയത്. അപ്പൊ ഇതുപോലെ കാല് മടക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തോളൂ. ഈ ബാം വാങ്ങി അപ്ലൈ ചെയ്തോളൂ. 15 ദിവസത്തിനകം സുഖമാകുമെന്നുള്ളത് 100%. ഞാൻ ഗ്യാരണ്ടി അല്ല, ചേച്ചി ഗ്യാരണ്ടി. ചേച്ചിയല്ലേ ഗ്യാരണ്ടി? ഞാൻ പ്രോഡക്റ്റ് തന്നതല്ലേ ഉള്ളൂ. അപ്ലൈ ചെയ്ത് അതിന്റെ റിസൾട്ട് അനുഭവിച്ച ചേച്ചിയല്ലേ, അപ്പൊ ചേച്ചിയാ ഗ്യാരണ്ടി.
എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ടീച്ചറിനെ കാണുന്ന ആ സമയം, ആ മുഹൂർത്തം എനിക്കൊരു ദൈവാനുഗ്രഹമായിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ അത്രയധികം വിഷമിച്ചു പോയി എൻ്റെ കാലുവേദന കാരണം. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുമുണ്ട് ടീച്ചറിന്റെ കാര്യം. അങ്ങനെ ഞാൻ ടീച്ചറിനെ അന്വേഷിക്കുക, ഈ ഫോൺ നമ്പർ തേടണമെന്ന് വിചാരിച്ചിരുന്ന ദിവസമാണ് ടീച്ചർ എന്നെ വിളിക്കുന്നത്. അപ്പൊ ഇനി പോസ്റ്റ് ഓഫീസിലോട്ട് കേറുമ്പോ ഞാൻ കാണുമ്പോ നല്ല മിടുക്കിയായിട്ട് നല്ല പുലിക്കുട്ടിയായിട്ട് പോസ്റ്റ് ഓഫീസിലെ സ്റ്റെപ്പെല്ലാം ഇങ്ങനെ വേഗം വേഗം ചാടി ചാടി കയറുന്ന കാണണം കേട്ടോ, ഒരു മാസം കൂടെ കഴിയുമ്പോ. അപ്പൊ ഇത് മുടക്കാതെ കണ്ടിന്യൂസ് ഡെയിലി 2 നേരം അപ്ലൈ ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതിന്റെ ഗുണമൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ. അപ്പൊ വേണ്ടവരൊക്കെ വാങ്ങിക്കോ, ഉപയോഗിച്ചോ. നമ്മൾ എന്തിനാ ഈ വേദന തിന്നോണ്ട് ജീവിക്കുന്നത്? ചെറിയൊരു പൈസ മുടക്കി കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുമെങ്കിൽ അത് പെട്ടെന്ന് വാങ്ങി അങ്ങ് അപ്ലൈ ചെയ്തോട്ടെ അല്ലേ? അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.